എരുമേലി മതസൗഹാർദ്ദത്തിന് ഏറെ പേരുകെട്ട നാട്. നിരവധി ചരിത്രങ്ങളുമുള്ള നാടാണ് എരുമേലി. ശബരിമലയിൽ അയ്യപ്പനെ കാണാൻ വരുന്ന അയ്യപ്പ ഭക്തർ ആദ്യം എരുമേലിയിലെത്തി പേട്ട തുള്ളിയ ശേഷമാണ് പമ്പയിലേക്കും അവിടെ നിന്ന് ശബരിമലയിലേക്കും പോകുന്നത്. സ്വാമിമാർ പേട്ട തുള്ളുന്നത് തന്നെ കാണാൻ ഏറെ ഭംഗിയുള്ള കാഴ്ചയാണ്. ആദ്യം കൊച്ചമ്പലത്തിൽ നിന്നും തുടങ്ങി അവിടെ നിന്ന് സ്വാമിമാർ വാവർ പള്ളിയും സന്ദർശിച്ച് ചെണ്ടകൊട്ടി പേട്ടതുള്ളി വലിയ അമ്പലത്തിലേക്കും പോകുന്നു. എന്നാൽ ഇതിനിടയിൽ അധികം ആരും അറിയാത്തൊരു ചരിത്രം എരുമേലിയിലുണ്ട്. ഇതാണ് പുത്തൻ വീട്. ഏകദേശം 1000 വർഷത്തോളം പഴക്കമുള്ള എരുമേലിയിലെ ഒരു തറവാടാണിത്. ഇവിടെ വലിയൊരു ചരിത്ര അവശേഷിപ്പ് സൂക്ഷിച്ചിട്ടുണ്ട്. പണ്ട് പുലിപ്പാലിനായി കാട്ടിലെത്തിയ അയ്യപ്പസ്വാമി രാത്രിയിൽ ഒരു വെളിച്ചം കണ്ട് ഈ വീട്ടിലേക്ക് വരികയും അന്ന് ഈ വീട്ടിൽ ഒരു മുത്തശ്ശി മാത്രമാണ് ഉണ്ടായിരുന്നത്. തൻ്റെ ആഗമനോദ്ദേശം മനസ്സിലാക്കിയ മുത്തശ്ശി അയ്യപ്പനോട് നാട്ടിൽ ഭീതി പടർത്തി നടക്കുന്ന മഹിഷിയെക്കുറിച്ച് പറയുകയും രാത്രിയിൽ ഈ വീട്ടിൽ തങ്ങാൻ പറയുകയും ചെയ്തു. എന്നാൽ അന്ന് രാത്രി അയ്യപ്പൻ കാട്ടിലേക്ക് പോകുകയും മഹിഷിയെ നിഗ്രഹിക്കുകയും ചെയ്തു. ശേഷം തിരിച്ചെത്തിയ അയ്യപ്പൻ മഹിഷിയെ നിഗ്രഹിച്ച കാര്യം മുത്തശ്ശിയോട് പറയുകയും അതിനുശേഷം തൻ്റെ ഉടവാൾ മുത്തശ്ശിക്ക് തൻ്റെ ഓർമ്മയ്ക്കായി സമ്മാനിക്കുകയും അവിടെ നിന്ന് തിരിച്ചു പുറപ്പെടുകയും ചെയ്തു. ആയിരം വർഷങ്ങൾക്കിപ്പുറം ഇന്നും അയ്യപ്പൻ്റെ ആ ഉടവാൾ കെടാവിളക്കിൻ്റെ പ്രകാശത്തിൽ പുത്തൻ വീട്ടിൽ സൂക്ഷിച്ചിരിക്കുന്നു. എന്നും നിരവധി ആളുകളാണ് ഈ വീട് സന്ദർശിക്കാറുള്ളത്. പേട്ടതുള്ളൽ സമയത്ത് സ്വാമിമാരും ഇവിടെ വന്ന് തൊഴാറുണ്ട്. എരുമേലി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ എതിർവശത്താണ് പുത്തൻ വീട് സ്ഥിതി ചെയ്യുന്നത്. അയ്യപ്പൻ മഹിഷിയെ നിഗ്രഹിച്ചതിൻ്റെ ഓർമ്മയ്ക്കായാണ് എരുമേലിയിലെ പേട്ടതുള്ളൽ നടത്തിവരുന്നത്.